ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ പ്ലാന്റ്സ് കെയർ ടിപ്സ്, ഫെർട്ടിലൈസർ, നല്ല പോട്ടിംഗ് മിക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് വീഡിയോസിൽ പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സും ഗാർഡനിങ്ങും ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ നല്ലൊരു ഉപകാരമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പുതിയ വിവരങ്ങൾ നമ്മളെല്ലാ ദിവസവും പറയുന്നുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പിന്നെ നമ്മൾ ചാനലിൽ പറയുന്ന എല്ലാ വീഡിയോയിലും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കൂടുതൽ പറയുന്നത്. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനൽ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് വേണ്ടാതെ നമ്മൾ ഉപേക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിറയെ പൂക്കൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സ് അതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ കരിയില, നമ്മൾ എന്നും അടിച്ചു വരുമ്പോൾ നമുക്ക് കരിയില കിട്ടും. അതൊന്ന് പൊടിച്ച് കൊടുത്ത്, നമ്മുടെ ഒരു പഴയ ബക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതൊരു പഴയ എൻ്റെ ബക്കറ്റാണ്. അതിലേക്ക് ഈ കരിയില പൊടിച്ച് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക. നമ്മളിത് എല്ലാം മണ്ണിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നീട് നമ്മൾ പോട്ടി മിക്സ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുക. പിന്നെ വേറെ ഒരു വളവും നമ്മൾ ഇട്ട് കൊടുക്കണ്ട. ഇത് നേരെ ഒരു ചട്ടിയിലേക്ക് ഇടുക, പ്ലാന്റ് നടുക. അപ്പോൾ മുഴുവനായിട്ട് കാണുക, എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാര്യങ്ങൾ മൊത്തം മനസ്സിലാവുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കരിയില ഇട്ടു, അതിൻ്റെ മുകളിൽ മണ്ണിട്ടു. പിന്നെ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഇത് വേഗം നമ്മുടെ പൊട്ടി മിക്സായിട്ട് മാറണ്ടേ, അതിനു വേണ്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ചതാണ്. ഇനി നിങ്ങൾക്ക് ഈസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് തൈര് ഒഴിച്ച് വെച്ച് പുളിപ്പിച്ചതായാലും മതി. അപ്പോൾ നമ്മൾ ഓരോ ലെയർ മണ്ണിടുമ്പോഴും എന്താണോ ഇടുന്നത് അതിൻ്റെ മുകളിലായിട്ട് ഈ പുളിപ്പിച്ച, ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ചതാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈസ്റ്റ് ഇല്ലെങ്കിൽ തൈര് വെച്ച് പുളിപ്പിച്ചത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ കരിയിലയാണ് ഇട്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ടു. പിന്നെ നമ്മളിട്ടത് കിച്ചൺ വേസ്റ്റ്, നമ്മുടെ 1-2 ദിവസത്തെ അങ്ങ് എടുത്തു വെച്ചാൽ മതി. ഇനി അല്ലെങ്കിൽ ഡെയിലി എന്നാണോ ഉണ്ടാക്കുന്ന അന്നത്തെ വേസ്റ്റ് മാത്രമായാലും മതി. ഇതിൽ നമ്മളിടുന്ന എല്ലാ കാര്യത്തിലും പൊട്ടാസ്യം, ഫോസ്ഫറസ്, നൈട്രജൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നേരെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരു വളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ വേറൊരു സപ്ലിമെൻ്റ് ആയിട്ടുള്ള ഒരു വളവും പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വർഷം വരെ ഈ ഒരൊറ്റ വളത്തിൽ നമ്മുടെ പ്ലാന്റ് നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാനുള്ള നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞു തരുന്നത്. പുല്ലും നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കുറച്ച് പുല്ലാണ് എടുത്തിട്ടിരിക്കുന്നത്. അത് ഈസ്റ്റ് ഇട്ട കഞ്ഞിവെള്ളം ഒഴിച്ചു. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇടാം. പക്ഷേ അത്രയും ഫലഭൂഷ്ടിയായ ഒരു മണ്ണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അലോവേരയിൽ താഴെ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞ് അങ്ങനെ നാശമായി കിടക്കുന്ന അലോവേര ഉണ്ടാവില്ലേ, അത് ഒരു കഷ്ണം എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അലോവേരയ്ക്ക് നല്ല പ്രതിരോധശേഷിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അതിട്ട്. പിന്നെ ഞാൻ മുട്ടത്തോടില്ലേ, അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് പൊടിച്ചിട്ടാലും മതി. എനിക്കൊരു 10 ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മിക്സിയിലൊക്കെ പൊടിച്ചിട്ടു. പിന്നെയും നമ്മൾ ഈസ്റ്റ് ഇട്ട വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ ബക്കറ്റ് നിറയെ ഞാൻ ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് ഞാൻ 2-3-4 ബക്കറ്റ് ഇങ്ങനെ ആക്കി വെക്കും. നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ നമുക്ക് എന്നും ഉണ്ടാവുമല്ലോ. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കൊന്നയുടെ ഇലയും, ഇത് അപ്പ എന്നാണ് ഇവിടെ പറയുക, എനിക്കറിയില്ല എല്ലായിടത്തും എന്താ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് അപ്പ എന്നും പറയാറുണ്ട് ഇതിന്. അത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ വീണ്ടും ഈസ്റ്റ് ഇട്ട വെള്ളം ഒഴിച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇടും, അതിൻ്റെ മുകളിൽ ഈസ്റ്റ് ഇട്ട വെള്ളം, പിന്നെ മണ്ണ്, പിന്നെ ഈസ്റ്റ് ഇട്ട വെള്ളം, അങ്ങനെ ഈസ്റ്റ് ഇട്ട് കൊടുത്ത വെള്ളം നമ്മൾ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ പെട്ടെന്ന് മണ്ണായിട്ട് ചേർന്ന് 1 മാസം കൊണ്ട് തന്നെ ഇത്
അടിപൊളി ഒരു കമ്പോസ്റ്റായിട്ട് മാറാനാട്ടോ. ഈ മണ്ണെടുത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് ചെടി നടാം. അതല്ലെങ്കിൽ നമ്മൾ വേറൊരു മണ്ണെടുത്ത് ഇത് കുറച്ച് പോഷം ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സീമക്കൊന്നയാണ്. സീമക്കൊന്ന എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വളമാണ്. ഇലകളിലൊക്കെ ഒരുപാട് നൈട്രജൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു വളമായിട്ട് ഇത് മാറും. കുറച്ച് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലീവ്സ് ഒന്നും കാണാനുണ്ടാവില്ല. നമ്മുടെ മണ്ണ് നല്ല ഫലഭൂഷ്ടിയായിട്ടുള്ള മണ്ണായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. എന്നിട്ട് നമ്മളത് നേരെ ഒരു ചട്ടിയിലേക്ക് ഇടുക. എന്നിട്ട് അതിൽ വെജിറ്റബിൾസ് നട്ട് കഴിഞ്ഞാൽ എന്തുമാതിരി കായാണ് ഉണ്ടാവുന്നത്. നമ്മൾ വീണ്ടും മുകളിൽ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിറയെ ലെയറായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മൾ അടിപൊളി ഒരു വളം ഒരു പോട്ടി മിക്സ് ആണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും സിമ്പിളാണ്. നമ്മൾ വെറുതെ പറമ്പിലേക്കോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിലേക്കോ തട്ടിക്കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നിറയെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് എടുക്കാൻ മാത്രം കിട്ടും കേട്ടോ ഇതിങ്ങനെ ചെയ്താൽ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ബാലൻസ് ഉണ്ടായിരുന്ന മുട്ടത്തോടുകൂടി ഇട്ട് കൊടുത്ത്. ഇങ്ങനെ മുട്ടത്തോട് ഇട്ട് കൊടുത്താൽ മുട്ടത്തോടിൽ നിറയെ കാൽസ്യം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുട്ടത്തോട് ഇട്ട് കൊടുക്കുമ്പോൾ റോസൊക്കെയാണ് നമ്മൾ ഈ മണ്ണിൽ നടുന്നതെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. വീണ്ടും ഞാൻ മണ്ണിട്ട് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഒരു മാസം ഇനി അത് റെസ്റ്റ് ചെയ്യുക, അവിടെ ഇങ്ങനെ വെച്ചാൽ മതി. ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു പോട്ടിലേക്ക് ഇതെടുത്തിടുക. എന്നിട്ട് അതിൽ ചെടി നടുക. അതല്ലെങ്കിൽ ഇത് ഹാഫ് പോർഷനും സാധാ സോയിലും എടുത്തിട്ട് ചെടി നടുക. അപ്പോൾ വേറെ ഒരു വളവും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി മണ്ണിന് വേണ്ടത് അമിനോ ആസിഡ്, ന്യൂട്രീഷൻസ്, പിന്നെ കാൽസ്യം വേണം, പിന്നെ പൊട്ടാസ്യം, ഫോസ്ഫറസുമാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ സാധനങ്ങളിലും ഈ പറയുന്ന എല്ലാം ഉണ്ട്. പച്ചിലയിലാണെങ്കിൽ നൈട്രജൻ ഉണ്ട്, മുട്ടത്തോടിൽ കാൽസ്യം ഉണ്ട്. നമ്മൾ ഈ പോട്ടി മിക്സ് നേരെ ഒരു ചട്ടിയിലേക്ക് വെച്ചിട്ട് പ്ലാന്റ്സ് നടുകയാണെങ്കിൽ നമ്മൾ പിന്നെ ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കുക. കാര്യം നമ്മളെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത ആരും തന്നെ ഇല്ല. അപ്പോൾ ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങളെ വീട്ടിലെ പച്ചക്കറികളും നിറയെ കായ ഉണ്ടാവട്ടെ. ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ്. എനിക്കിവിടെ നിറയെ കായ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെയ്തിട്ട് സൂപ്പറാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. സബ്സ്ക്രൈബും ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. പുതിയ അറിവുമായി വീണ്ടും വരും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.